നമ്മൾ ഫങ്ഷൻസിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഈ മോഡ്യൂളിൽ ഇനി 2 കാര്യങ്ങൾ കൂടെ എടുക്കാനുള്ളത്, ഒന്ന് റീകർഷൻ എടുക്കാനുണ്ട്, ദെൻ സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട. അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കഴിയും. പിന്നെ നിങ്ങൾക്കൊരു പോയിൻറ്റേഴ്സിൻ്റെ ഒരു മൊഡ്യൂൾ ബാക്കി കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ശരിക്കും പറയാന്ന് വെച്ചാൽ നിങ്ങൾ നവംബറിൽ തന്നെ കഴിക്കേണ്ടതാണ് പോർഷൻസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൃതി പിടിച്ചെടുക്കുന്നത്. നമുക്ക് അടുത്ത സെമ്മിൽ ഡാറ്റ സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മാസം തന്നെ എത്രയും പെട്ടെന്ന് തീർക്കാച്ചാൽ അത്രയും പെട്ടെന്ന് തീർക്കാം. സോ നമ്മൾ ഞാനിപ്പോൾ റീകർഷൻ എടുക്കുന്നുള്ളൂ. ആ റീകർഷൻ തന്നെ ഇങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളത് ചെയ്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ റീകർഷനെ പറ്റിയിട്ട് എടുക്കണം. എന്താണ് റീകർഷൻ എന്നുള്ളത്? അതായത് നമുക്കൊരു കാര്യം തന്നെ കുറച്ച് റിപ്പീറ്റായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. റിപ്പീറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ. ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കാൽക്കുലേഷൻസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റീകർസീവായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് റീകർഷൻ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. അതേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് ഒരു നമ്പേഴ്സിൻ്റെ സം ഓഫ് നമ്പേഴ്സ് അപ് ടു n വരെയുള്ള നമ്പേഴ്സിൻ്റെ സം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാനിപ്പോൾ അത് എടുക്കുന്നത് സം ഓഫ് 10 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സം ഓഫ് 10 എന്ന് എടുക്കുകയാണ്, സം ഓഫ് 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ 1 + 2 + okay, just writing like this, 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1 + 0 എക്സ്ട്രാ ഒരു 0 കൂടെ. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇത് ആക്ച്വലി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10 + സം ഓഫ് 9 അല്ലേ? ഇങ്ങനെയല്ലേ നടക്കുന്നത്? അതായത് 10നോട് കൂടി 9 വരെയുള്ള ഈ ഇത്രയും നമ്പേഴ്സ്, ഇതിൻ്റെ സമ്മ് ഇതാണ്. ഇതെല്ലാം കൂടെ സമ്മ് കൂട്ടിയിട്ട് 10നോട് ആഡ് ചെയ്യണം അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 + സം ഓഫ് 9 എന്താണ്? 9 + സം ഓഫ് 8 ആണ്. ഓക്കെ, ഈ സം ഓഫ് 8 എന്താണ്? സം ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 + സം ഓഫ് നമ്പേഴ്സ് അപ് ടു 7 ആണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏതുവരെ പോവേണ്ടത്? അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഈ n, ഇതിനെ നമ്മൾ n എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ n 0 ആവുന്നത് വരെ ഇതിങ്ങനെ പോയി കണ്ടിന്യൂ ചെയ്ത് പോവുക. n 0 ആയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് റീകർഷൻ. റീകർഷൻ്റെ കേസ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അതിപ്പോൾ സം ഓഫ് n, ഇതിനൊരു ജനറൽ ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് n ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? n + സം ഓഫ് n - 1 അല്ലേ? വേർ കണ്ടീഷൻ ഉണ്ട്, n greater than 0. if n 0 ആയി കഴിഞ്ഞാൽ എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് അവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? if n 0 സ്റ്റോപ്പ്, നിർത്തുക. അതുവരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നാണ് മീൻ ചെയ്യുന്നത്. അത് നമുക്ക് പ്രോഗ്രാമിക്കലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രോഗ്രാമിക്കലി ഞാനിപ്പോൾ സം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് സം, ഒരു ഇൻറ്റിജർ വാല്യൂ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരിക? ഡെഫിനേഷൻ വരുന്നത് ഇൻറ്റ് സം, നമ്മൾ ജസ്റ്റ് അനദർ ഒരു വേരിയബിൾ ഇൻറ്റ് n. ഈ എന്നിനെ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക.
ഇഫ് n ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? റിട്ടേൺ n പ്ലസ് സം ഓഫ് n മൈനസ് 1. വീണ്ടും റീകർസീവ് ആയിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ദെൻ എൽസ് റിട്ടേൺ 0. ഇതാണ് അതിന്റെ കോഡ് വരുന്നത്. ഇതിനെയാണ് റീകർഷൻ എന്ന് നമ്മൾ പറയണത്. ഇതെന്താ സംഭവിക്കുക ഇവിടെ? നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മുടെ കോഡ് ഇതാണ് വരുന്നത്. അതായത് ഇൻറ്റ് സം ഓഫ് n ഇൻറ്റ് n. ഓക്കെ, ഇൻറ്റ് n. ഞാൻ ജസ്റ്റ് ഓക്കെ, അതിൽ നമ്മൾ ഈ n ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്താ കൊടുക്കുന്നത്? n പ്ലസ് സം ഓഫ് n മൈനസ് 1 ആണ് കൊടുക്കുന്നത്. എൽസ് റിട്ടേൺ 0. ഇത് ആക്ച്വലി എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ സം എന്ന് പറയുന്ന ഫംഗ്ഷന് കോൾ ചെയ്യും. സം ഓഫ് 5, ഞാനിപ്പോൾ സം ഓഫ് 5 കോൾ ചെയ്താൽ എന്താ ഇവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കുന്നത് ആദ്യം തന്നെ ഈ ഫംഗ്ഷന് കോൾ ചെയ്യും. സം ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് കോൾ ചെയ്യും. എന്നിട്ട് ഇവിടെ എന്താ നോക്കുന്നത്? n ഗ്രേറ്റർ ദാൻ 0 ആണോ? 5 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണോ? യെസ് ആണ്. അപ്പൊ എന്താ ചെയ്യണത്? റിട്ടേൺ. അപ്പൊ എന്താ റിട്ടേൺ ചെയ്യാൻ 5 പ്ലസ് സം ഓഫ് 4. അഗൈൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പൊ റിട്ടേൺ നമ്മൾ കൊടുക്കുമ്പോൾ ആക്ച്വലി ഇവിടെ റിട്ടേൺ നടക്കുന്നില്ല. അപ്പോഴേക്കിനും അഗൈൻ ഒരു ഫംഗ്ഷന് കോൾ ചെയ്യുന്നതാണ് അല്ലേ? ഇവിടെ ഇപ്പൊ ഫംഗ്ഷന് കോൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്കാ പോവുക. അഗൈൻ സം ഓഫ് 4നെ കോൾ ചെയ്യാണ്. സം എന്നുള്ള ഫംഗ്ഷന് കോൾ ചെയ്യാണ്. അപ്പൊ അഗൈൻ ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. സം ഓഫ് 4 എന്താ വരിക? സെയിം തന്നെ എന്താ വരിക? ഇവിടെ നോക്കൂ, n ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? അഗൈൻ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ സം ഓഫ് 4 എന്തായി മാറും? സം ഓഫ് 4ലേക്ക് എന്താ വരിക? 4 പ്ലസ് സം ഓഫ് 3 അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഈ ഫംഗ്ഷൻ സം ഓഫ് 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാണ് ഇവിടെ. അപ്പോൾ സെയിം വേ സം ഓഫ് 3 എന്താ വരുന്നത്? 3 പ്ലസ് സം ഓഫ് 2. ഓക്കെ, ദെൻ സം ഓഫ് 2 എന്താ വരുന്നത്? 2 പ്ലസ് സം ഓഫ് 1. കോൾ ചെയ്ത് പോവുകയാണ്. ഇനി സം ഓഫ് 1 കോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താ സംഭവിക്കുക? 1 പ്ലസ് സം ഓഫ് 0 വരും. അപ്പൊ ഈ 0 ആവുന്ന കേസിൽ വീണ്ടും ഈ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നിന്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ 0 ആണ്. ആ 0 ആവുന്ന കേസിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. പകരം നേരെ എന്തുകൊണ്ട് വരും? ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? റിട്ടേൺ 0. ഇവിടെ വെച്ചിട്ട് ഈ സം ഓഫ് 0 എന്നുള്ളത് എന്ത് മാറും? 0 റിട്ടേൺ ചെയ്യും. അങ്ങനെ 0 റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും 1 പ്ലസ് 1 ആഡ് ചെയ്തിട്ട് ആ 1 ഇവിടെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ ഈ 1 പ്ലസ് 2 ആഡ് ചെയ്തിട്ട് ആ 3 ഇവിടെ റിട്ടേൺ ചെയ്യും. ദെൻ 3 പ്ലസ് 3 ആഡ് ചെയ്തിട്ട് 6 ഇവിടെ റിട്ടേൺ ചെയ്യും. ഇപ്പോഴാണ് റിട്ടേണിങ് നടക്കുന്നത്. ദെൻ 4 പ്ലസ് 6 ആഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് റിട്ടേൺ ചെയ്യും? 10 റിട്ടേൺ ചെയ്യും. ദെൻ 5 പ്ലസ് 10 ആഡ് ചെയ്തിട്ട് 15 ഇങ്ങോട്ട് ഇതിനെ കോൾ ചെയ്യുന്നിടത്തേക്ക് 15 റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് ഇത് റീകർസീവ് ഫംഗ്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? എന്താ ആരും ഒന്നും പറയുന്നില്ല?
എന്തെങ്കിലും പിടികിട്ടിയോ? ഓക്കെ, പിടികിട്ടി. ഓക്കെ, ദെൻ എന്നാൽ നമുക്കിതിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. സെയിം തന്നെ, ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരും, അതൊന്ന് ചെയ്ത് കൊണ്ടുവരാം. അത് ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഇട്ടോളാം. നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ഇടും. ഫാക്ടോറിയലും കുറച്ച് റീകഴ്സീവായിട്ട് നിങ്ങൾ എങ്ങനെ ഇത് കാണുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് ആഷ് ഇൻക്ലൂഡ് കണ്ടീഷൻ കൊടുക്കണം. എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്താണ് n പ്ലസ് സം ഓഫ് മൈനസ് റിട്ടേൺ 0. അതായത് 0 ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. ദെൻ ഞാനിവിടെ 10 വരെയാണ് ഞാൻ സം കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും മറ്റേ ഇൻപുട്ടൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് 10 നമ്പേഴ്സിൻ്റെ സം പ്രിൻ്റ് ചെയ്യണം. സം ഓഫ് 5 അല്ല, സം ഓഫ് 10. ഇത്രയാണ് ആ പ്രോഗ്രാം. ഒന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ണ്ടോ 55. ആ സെയിം സാധനമാണ്. എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. എക്സിക്യൂഷൻ വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ജസ്റ്റ് സം ഓഫ് 10 കോൾ ചെയ്യും. സം ഓഫ് 10 കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? 10 നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 10 എന്നിനേക്ക് കൂടും. അപ്പോൾ എന്താണ് 10 പ്ലസ് സം ഓഫ് 9. ദെൻ അതെങ്ങനെ പോകും? ദെൻ പ്ലസ് ഈ സം ഓഫ് 9 എന്താണ് 9 പ്ലസ് സം ഓഫ് 8. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് സം 1 പ്ലസ് സം ഓഫ് 0. അവിടെ എന്താ സംഭവിക്കുക? സം ഓഫ് 0ൻ്റെ അവിടെ ആകുമ്പോൾ 0 ആകുമ്പോൾ ഇവിടെ റിട്ടേൺ 0 റിട്ടേൺ ചെയ്യും. ദെൻ റിവേഴ്സ് ആയിട്ട് എല്ലാം ആഡ് ചെയ്ത് പോകും. ലാസ്റ്റ് ഇതിങ്ങനെ ആഡ് ചെയ്ത് ജസ്റ്റ് സം ഓഫ് 10 50 55 എന്ന് റിട്ടേൺ ചെയ്യും. ഇതാണ് റീകർഷൻ്റെ ജനറൽ ഐഡിയ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നിങ്ങൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻസ് ഇടും ഫ്രൈഡേ, നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.